ഡിയർ സ്റ്റുഡൻസ്, സപ്നം കേസ് എന്നുള്ള പാഠത്തിൻ്റെ നോൺ ഡീറ്റെയിലിൻ്റെ ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. PT മാസ്റ്റർ കാ ഭായ്. ലേഖക സ്കൂൾ ഛോട്ടാ സാത്ത. ലേഖകൻ്റെ സ്കൂള് വളരെ ചെറുതായിരുന്നു. സുബഹ് പ്രാർത്ഥന കെ സമയ സബീ ലഡ്കെ ഖതാരോ മേ ഖടേ രഹത്തെ ഥേ. രാവിലെ പ്രയറൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഖതാരും ലൈനായിട്ട് ഇങ്ങനെ നിൽക്കും. അധ്യാപക് ബി ഏക് ജഗ ഖതാർ ബാന്ദ് കർ ഉൻകെ പീച്ചെ ഖടേ രഹത്തെ ഥേ. അധ്യാപകരും ഈ കുട്ടികളുടെ ഈ ലൈനിൻ്റെ പിന്നിൽ അവിടെ നിൽക്കുകയാണ് ചെയ്യാറ്. പരന്തു PT മാസ്റ്റർ പീതം ചന്ദ് ലഡ്കോം കി ഖതാർ ടീക്ക് കരാനെ കാ കാം കർത്തേ ഥേ. എന്നാൽ PT സാറ് പീതം ചന്ദാണ് ഈ കുട്ടികളുടെ ലൈനൊക്കെ ഇങ്ങനെ ശരിയാണോ എന്ന് വന്ന് നോക്കും. ലഡ്കെ ഉൻസെ ബഹുത് ഭയഭീത് രഹത്തെ ഥേ. ഈ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് സാറേ. സബി ലഡ്കെ പഹലെ ഓർ ആഖിരി ലഡ്കെ കോ ദേഖ് കർ സീതി ഖതാർ ബനാത്തെ. മുന്നിലുള്ള കുട്ടികളുടെ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കിയിട്ടാണ് ഒരു ലൈന് ശരിയാക്കുക. ബീച്ച് കാ അന്തർ ബി ബരാബർ രഖ്തേ ഥേ. ജരാ ബി കിസി ലഡ്കേനെ ഖതാർ തോടി യാ ഗുജലി കി പീതം ചന്ദ് ഉസ് പർ ഭാജ് കി തര ജപട്ട് പടുത്തേ ഥേ. ഏതെങ്കിലും കുട്ടികൾ ലൈനൊക്കെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഭാജ് പരുന്തിൻ്റെ പോലെ ഓടി വരും. അത്രയും പെട്ടെന്ന് ഓടി വന്നിട്ട് ചീത്ത പറയും. ഹെഡ് മാസ്റ്റർ മദൻ മോഹൻ ശർമ്മ. ഹെഡ് മാസ്റ്ററായിട്ടുള്ള മദൻ മോഹൻ ശർമ്മയുടെ സ്വഭാവം സേ ബഹുത്ത് നരം. അയാളുടെ സ്വഭാവം, സാറിൻ്റെ സ്വഭാവം ഭയങ്കര നരം, സോഫ്റ്റാണ്. ഹംസമുഖത്തെ ചിരിക്കുന്ന മുഖമായിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. വേ അംഗ്രേസി പഠാത്തേ ഥേ. ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഗുസ്സേ മേ വേ അപ്പനി ആംഖേൻ ചപക്കാനെ ലഗ്തേ ഥേ തഥാ ലഡ്കോं को गालियों पर हाथ की उल्टी उंगलियों से चपत लगाया करते थे. वह चपत उन्हें नमकीन पापड़ी जैसे मज़ेदार लगती थी. അങ്ങനെ കണ്ണടയ്ക്കാനൊക്കെ പറയും. എന്നിട്ട് കണ്ണ് തുറക്കുക. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ചീത്ത വിളിക്കും. പക്ഷേ ഹെഡ് മാസ്റ്ററുടെ ആ ചീത്ത അവർക്ക് നമക്കീൻ പാപ്പട് വെച്ചാൽ ഉപ്പ് ചേർത്ത പപ്പടത്തെ പോലെയാണെന്ന്. നല്ല രസമാണ്, ഒരു കുഴപ്പമില്ലയെന്ന്. ചീത്ത പറഞ്ഞാലും നല്ല ഇഷ്ടം തന്നെയാണ്. ഷാബാഷി കാ മോഹ്. ഇനി ഷബാഷ്ന്ന് കിട്ടും അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. ബച്ചെ ഖുഷി സേ സ്കൂൾ നഹി ജായ കർത്തേ ഥേ. കുട്ടികൾ ഒരിക്കലും സന്തോഷത്തോടെ സ്കൂളിൽ പോയിരുന്നില്ല. പരന്തു സ്കൗട്ടിംഗ് കാ അഭ്യാസ് കരാത്തേ സമയ. സ്കൗട്ടിങ് പരേഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ജബ് ഉനെ രംഗീന ജണ്ടിയാം ഹിലാനെ കാ മൗക്ക മിൽത്താത്ത. കളർഫുള്ളായിട്ടുള്ള കൊടികളൊക്കെ ഇങ്ങനെ ഉയർത്തി ഇവർക്ക് ഈ പരേഡിൻ്റെ സമയത്ത് കളിക്കണം. തോ ബഹുത്ത് മസ ആത്താത്ത. അത് ഭയങ്കര രസമാണ്. ജബ് ലഡ്കെ ബിനാ ഗലത്തി കിയെ ഝണ്ടിയാ ഫഹരാത്തെ. ചിലപ്പോൾ തെറ്റിച്ചിട്ട് കൊടികളൊക്കെ ഇങ്ങനെ ഉയർത്തുന്നത് തെറ്റിയിട്ടുണ്ടെങ്കിൽ PT മാസ്റ്റർ ഒന്നെ ബിനാ ഗലത്തി കിയെ ഒരു തെറ്റുമില്ലാതെ ചെയ്തുകയാണെങ്കിൽ PT മാസ്റ്റർ ഒന്നെ ഷാബാഷി ദിയാ കർത്തേ ഥേ. PT മാസ്റ്റർ ഷബാഷ് എന്ന് പറയും. സേ പാക്കർ ലഡ്കോं को लगता था മാനോ ഉനെ ഫൗജ് കാ കോയി തമഗ ജീത്ത് ലിയ. അത് കേൾക്കുമ്പോൾ ഇവർ വിചാരിക്കും സൈന്യത്തിൽ മിലിറ്ററി ഒക്കെ പോയില്ലേ അവിടെയുള്ള അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു പുരസ്കാരം കിട്ടിയതുപോലെയാണ്. അത്രയും സന്തോഷമാണ് ആ സാറിൻ്റെ ഷബാഷ് എന്നുള്ളത്. ഉനെ PT की ഗുഡോം സെ അധിക് മൂല്യവാൻ പ്രതീത് ഹോത്തി തി. അത് ഗുഡ് എന്നുള്ള അതിനേക്കാൾ ഏറ്റവും മൂല്യവാൻ, ഭയങ്കര ഒരു വിലയുള്ളതായിട്ട് തോന്നുന്നു. പുരാനി കിതാബും കി ബോരിയത്ത്. ഇനി പഴയ ബുക്കുകളോടുള്ള. ലേഖകോ ഹർ വർഷ് നയി പുസ്തകവും കി ബജായ് പുരാനി പുസ്തകയും മിലാ കർത്തി തി. ലേഖകന് ഓരോ വർഷവും പുതിയ ബുക്കിന് പകരം പഴയ ബുക്കുകളാണ് കിട്ടിയിരുന്നത്. ഹെഡ് മാസ്റ്റർ ശർമാജി കിസി ധനാഡിഗർ കെ ബച്ചോं की किताबें लाकर उसे दे दिया करते थे. ഹെഡ് മാസ്റ്റർ ശർമാജി പണക്കാരായ കുട്ടികളുടെ ആ പഴയ ബുക്കൊക്കെ വാങ്ങിയിട്ട് ഇവന് കൊടുക്കും. യദി ഉനെ പൈസ ഖർച്ച് കർണേ പഡ്തേ തോ ഷായദ് പടായി തീസരി ചൗത്തി കക്ഷാമേ ഹി ചുട്ട് ജാത്തി. പൈസൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് കൊടുക്കാൻ പൈസയൊന്നുമില്ല. അപ്പോൾ 3-ലോ 4-ൽ വെച്ചിട്ട് നിർത്തേണ്ടി വരുമായിരുന്നു. ഉൻ ദിനോ കാപ്പിയോ പെൻസിലോ
होल्डर या स्याही दवात पर मुश्किल से साल भर में 1 रुपया खर्च होता था. അന്ന് പെൻസില്, റബ്ബർ, മഷി ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സാൽബർ, ഒരു കൊല്ലത്തേക്ക് 1 രൂപ ചിലവ് വരികയായിരുന്നു. പണ്ടത്തെ കാലമാണ്. പരന്തു ദിനം 1 रुपये അന്നത്തെ കാലത്ത് 1 രൂപയ്ക്ക് 1 सेर घी ആ ജായ കർത്ത, घी നെയ്യൊക്കെ കിട്ടുമായിരുന്നു. ഇസ്ലിയെ കേവൽ അമീറോം കെ ബച്ചെ പഠിനെ ജായ കർത്തേത്തെ. അന്നത്തെ കാലത്ത് അതുകൊണ്ട് അമീർ, പണക്കാരായ ആൾക്കാരുടെ കുട്ടികളാണ് പഠിക്കാനൊക്കെ പോവുക. ലേഖക് അപ്പനെ 2 പരിവാർ മേ പഹല ലഡ്കാ ഥ. ലേഖകൻ അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് വെച്ചിട്ട് ആകെ ഒരു പെൺകുട്ടിയുള്ള ജോ പഠിനെ ജരഹാത്ത, പഠിക്കാൻ പോകുന്ന ആകെ ഉള്ളൊരു കുട്ടിയാണിത്. ലേഖക്കോ നയി കക്ഷാമേ ജാനെ കാ ഷൗക്ക് കബി നഹി ജാഗ. ലേഖകനും തീരെ ഇഷ്ടമല്ല പുതിയ ക്ലാസ്സിലേക്ക് പോവാൻ. ഉസേ നയി കോപ്പിയാ ഓർ പുരാനി കിതാബോം സെ അജീബ് സി ഗന്ധ ആയ കർത്തി ഥി. അവന് പുതിയ ബുക്കുകളുടെ ആ സ്മെല്ലുകളും അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം, ആ ഗന്ധങ്ങൾ. ആജ് ലേഖക് കോ ലഗ്താ ഹൈ കി ശായദ് മാസ്റ്ററോं की मारपीट और आगे की मुश्किल पढ़ाई के कारण ही उसे पढ़ाई രുചിത്തി नहीं थी. അപ്പം വലിയ ക്ലാസ്സിലേക്കുള്ള പഠിപ്പ് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര വിഷമാണ്. പിന്നെ മാസ്റ്ററോൻക്ക് സാറുമാരുടെ അടിപിടി ഒക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് പഠിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. സ്കൂൾ അച്ഛാ ലഗ്താ താ തോ. സ്കൂൾ ഇഷ്ടമായിരുന്നു. ബസ് മാസ്റ്റർ പീതം ചന്ദ് ദ്വാര കരായി ഗയി പരേഡ്. സ്കൂളിന് ഇഷ്ടം ഉണ്ടാവാൻ കാരണം ഈ മാസ്റ്റർ പീതം ചന്ദിൻ്റെ പരേഡ് ഉണ്ടാവും. ബൂട്ടോം കി ഖട്ട് ഖട്ട് സേ ധായേം ബായേം. ബൂട്ടൊക്കെ ഇട്ടിട്ട് ധായേം ബായേം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള അതുകൊണ്ടാണ് സ്കൂളിനോട് ഒരു ഇഷ്ടം തോന്നിയത്. ഫൗജി മേ ഭർത്തി ഹോനെ കാ ദൃശ്യ. ഇനി സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്നത്. ദൂസര വിശ്വയുദ്ധ നിക്കട്ട് ആയ. 2ാം ലോകമഹായുദ്ധം അടുത്തെത്തി. നാബ റിയാസത്ത് കാ രാജ അംഗ്രേസോം കി गिरफ्तारी में ही मर चुका था. राजकुमार सभी विलायत में पढ़ रहा था. अंग्रेज़ गाँवों के युवकों को फौज में भर्ती के लिए ആയേ. അങ്ങനെ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഗ്രാമങ്ങളിൽ എല്ലാം നടന്നിട്ട് ഈ സൈന്യത്തിലേക്ക് ആളെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് സാത്ത് നൗട്ടങ്കി കർണേവാലെ ബീത്തെ. നൗട്ടങ്കി നാടോടികൾ ഒക്കെ ഉണ്ട്. വേഗാവുമേയോക്കോങ്കോ ഫുൾ ബൂട്ട് കാ ലോബ് ദിക്കാക്കർ. അവർ യുവാക്കൾക്ക് ഫുൾ ബൂട്ടൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് ഭർത്തി കർണ ചാത്തേത്തെ, സൈന്യത്തിലെ ചേരാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു. ഇസ്ലിയെ വേ ഗാന ഗാത്തേത്തെ, പാട്ടൊക്കെ പാടി ഭർത്തി ഹോ ജാ രഹേ. രംഗരൂട്ട് ലേഖക്കോ സ്കൂൾ മേ വർദി ഓർ ബൂട്ട് ചുരാട്ട് പഹൻകർ ഫൗജ് കാ ഹി അനുഭവ്. ലേഖകനാണെങ്കിലും അത് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ബൂട്ടും ഇതൊക്കെ ധരിച്ചാൽ അവിടെ കിട്ടുമെന്നുള്ളൊരു ഇതായി. ഇനി മാസ്റ്റർ പീതം ചന്ദ് കി സക്തി. മാസ്റ്റർ പീതം ചന്ദ് സഭി കബി മുസ്കുരാത്തെ നഹി. മാസ്റ്റർ പീതം ചന്ദ് എന്നുള്ള ആൾ ഒരിക്കലും ചിരിക്കൊന്നുമില്ല. ഉൻകാ രൂപ് രംഗ് ഓർ സ്വഭാവ് ഡരാവനാ ഥ. അദ്ദേഹത്തിൻ്റെ രൂപവും കളറും സ്വഭാവം എല്ലാം പേടിപ്പെടുത്തുന്ന പോലെ. ഉൻകെ ബൂട്ടോं के पंजों के नीचे कील तथा एड़ियों में खुर्रियां लगी रहती थी. അയാളുടെ ബൂട്ടിൻ്റെ ഒക്കെ അടിയിൽ ഒരു ആണികളൊക്കെ ഇങ്ങനെ തറച്ച് വെച്ചിട്ടുണ്ടാവും. ബച്ചെ പീതം ചന്ദ് സേ നഫറത്ത് ബി ബഹുത് കർത്തേത്തെ. കുട്ടികൾക്ക് പീതം ചന്ദിനെ ഭയങ്കര വെറുപ്പാണ്, ഇഷ്ടമല്ല. കാരണം മാർപീട്ട്, അടിപിടി തന്നെ കാരണം. ഏക് ദിൻ വേ ഫാർസി പഠാനെ കെ ലിയെ കക്ഷാമയായെ. ഒരു ദിവസം ഫാർസി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കക്ഷ ക്ലാസ്സിൽ വന്നു. ഞാനെ ബച്ചോങ്കോ ഏക്ക് ശബ്ദ രൂപ യാദ് കർണേ കെ ലിയെ ദിയ. കുട്ടികളോട് ഒരു വേർഡ് ഇങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ശബ്ദരൂപ് കഠിൻത. ആ വേർഡ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. സബ് ബച്ചോനെ ബാർ ബാർ യാദ് കിയ. ഓരോ കുട്ടികളും വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടി ശ്രമിച്ചു. കിന്തു അഗലേ ദിൻ കോയി ന സുനാ പായ. മാസ്റ്റർ ജീനെ സബ് ലഡ്കോങ്കോ കാൻ പകടനെ കെ ലിയെ കഹ. പിന്നെ പിറ്റേന്ന് ചോദിച്ച സമയത്തൊന്നും കിട്ടുന്നില്ല. സബ് ലഡ്കോങ്കോ കാൻ പക്കടിനൊക്കെ ഇങ്ങനെ ചെവി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു, ഏത്തടിക്കുന്ന പോലെ. സബ്നെ മുർഗ ബൻകാർ കാൻ പക്കടെ. എല്ലാവരും അങ്ങനെ ചെവി ഇങ്ങനെ പിടിച്ചു, ഏത്തടുന്ന പോലെ.
മാസ്റ്റർ ജി ചീക്കെ പീട്ട് ഊഞ്ചി കരോ, മാസ്റ്റർ പുറങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. പീട്ടി ഊഞ്ച് കർണേ പർ കുച്ച് ഹി മിനിട്ടോ മേ പൈറോ മേ ജലൻ ഹോനെ ലഗി. അങ്ങനെ പുറമൊക്കെ അങ്ങനെ ഉയർത്തി ഇങ്ങനെ ഇതാക്കിയിട്ട് ഏത്തടിക്കണം. അത് കുട്ടികൾക്ക് ഭയങ്കര വേദനയൊക്കെ ഉണ്ടായി. അങ്ങനെ ഹെഡ് മാസ്റ്റർ കി പീതം ചന്ദ് കോ ഡാണ്ട്. അങ്ങനെ ഹെഡ് മാസ്റ്റർ വരികയാണ് ഈ കുട്ടികളിങ്ങനെ ഏത്തടുന്ന സമയത്ത്. പീതം ചന്ദിനെ ശകാരിക്കുന്നത്. ഹെഡ് മാസ്റ്റർ ശർമാജീനെ ലഡ്ക്കോം കോ മുർഗ ബനേ ദേക്ക. ആ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഏത്തടിക്കുന്നത് കണ്ടു. ചെവി പിടിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞു മറന്നും ഇങ്ങനെ. ഉനയ്യ സഹന്ന ഹുവ, സഹിക്കാൻ പറ്റിയില്ല ഹെഡ് മാസ്റ്റർക്ക്. ഉനോനെ ഉത്തേജിതോ കർ പീതം ചന്ദ് കോ കഹ. അദ്ദേഹം പീതം ചന്ദിനോട് പറഞ്ഞു, ക്യാ ചൗത്തി കക്ഷാ കെ ബച്ചോം കോ സജാ ദേനെ കാ യഹി ഡംഗ് ഹേ. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്നത് ഇങ്ങനെയാണോ, ഈ രീതിയിലാണോ? ഫൗരൻ ബന്ദ് കരോ, പെട്ടെന്ന് നിർത്തുമോ? യേ കർ ഹെഡ് മാസ്റ്റർ ഗുസ്സേ സേ കാമ്പത്തെ ഹുയെ അപ്പനെ കമരേ മേ ചലേ ഗയേ. അങ്ങനെ ഹെഡ് മാസ്റ്റർ ദേഷ്യം പിടിച്ച് റൂമിലേക്ക് പോയി. കൈ ദിനോം തക്ക് മാസ്റ്റർ പ്രീതം ചന്ദ് സ്കൂൾ മേ നഹി ആയേ. കുറേ കാലത്തേക്ക് ഇയാൾ സ്കൂളിൽ വന്നില്ല. പതാ ചലാ കി ഹെഡ് മാസ്റ്റർ ने उन्हें मुअत्तल करके आदेश की मजूरी के लिए नाबा भेज दिया था. मुअत्तൽ എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തു അയാളെ. പതാ ചലാ കി പ്രീതം ചന്ദ് കോ ഇസ് മുഅത്തലി സേ കോയി ഫർക്ക് നഹി പടാ. പക്ഷേ അയാൾക്ക് ഈ പ്രീതം ചന്ദിന് ഈ സസ്പെൻഷനൊന്നും ഒരു വ്യത്യാസം ഒന്നും അയാളിലുണ്ടാക്കിയില്ല. ബേ പിന്നെ കമരേമേ ബടെ ആരാം സേ രേത്തേത്തെ. അയാൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ വളരെ വിശ്രമത്തോട് കൂടിയിട്ട് നല്ല റെസ്റ്റ് എടുക്കുകയാണ് അവിടെ. ഉൻകെ പാസ് ബഡി കക്ഷാവും കെ ലടുക്കെ ഉൻക കാം കാച്ച് നിപട്ടാനെ ജാത്തേത്തെ. അങ്ങനെ വലിയ ക്ലാസ്സിലെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി ചെന്നു. उन्होंने बताया पीतम चंद तोते के पिंजरे में बंद तोते को बादाम की गिरी छील कर खिलाते रहते थे. അവിടെ ചെന്നപ്പോൾ ഈ കുട്ടികൾ കാണുന്നത് പീതം ചന്ദ് തത്തയ്ക്ക് കൂട്ടിലിട്ടുള്ള തത്തയ്ക്ക് ബാദാമിൻ്റെ തൊലികളൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് അതിങ്ങനെ കൊടുക്കുന്നതാണ്, അതിന് തിന്നാൻ കൊടുക്കുന്നതാണ് കാണുന്നത്. ഉസ്സേ ബാത്തേം കർത്തേ രേത്തേത്തെ. അതിനോട് സംസാരിക്കുന്നതുമാണ് കാണുന്നത്. ലേഖക ഹൈറാനി ഹോത്തി. ലേഖകന് ഭയങ്കര അതിശയായിക്ക് ഇത്തന കടൂർ മനുഷ്യ, എല്ലാവരെയും ചീത്ത പറഞ്ഞ അടിയൊക്കെ കൊടുക്കുന്ന സാറ് തോത്തെ സേ മീട്ടി ബാത്തേം കൈസേ കർ ലേത്താ ഹേ. തോത്തനോട് എങ്ങനെയാണ് മധുരമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തത്തേനോട്. ക്യാ തോത്തേക്കോ ഇസ്സേ കോയി ഡർ നഹി ലഗ്താ. തത്തയ്ക്കും ഈ സാറിനെ ഒരു പേടിയില്ലേ? എല്ലാവർക്കും പേടിയാണ്, അപ്പോൾ തത്തയ്ക്കും പേടിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ.